അടിപൊളിട്ടാ, കിട്ടിലൻ. ഞാൻ വിചാരിച്ചില്ല. മലേഷ്യൻ റോഡുകൾ എന്ത് അടിപൊളിയാ. മലേഷ്യയിൽ വരുന്നതിന് 3 ദിവസം മുമ്പ് MDAC എന്ന് പറഞ്ഞിട്ടുണ്ട്, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് അക്നോളജ്മെന്റ് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് കാർഡ് വഴി മാത്രം എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ മെഷീനിൽ വന്നിട്ട് മെഷീനിൽ പൈസ ഇട്ട് എടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കാം, മോണോറയിൽ നിൽക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നിഫിൻ വ്ളോഗ്സ് ആണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ശ്രീലങ്കൻ എയർപോർട്ടിലാണ്. നമ്മൾ മലേഷ്യക്ക് പോകാൻ നിൽക്കുകയാണ്. നല്ല ഉറക്കമുറങ്ങിയ ഒരു ബോധമില്ലാത്ത ഉറക്കമാണ്. കസേരയിൽ കിടന്നൊക്കെ ഇറങ്ങി കഴുത്തൊക്കെ പോയി. ഇത് നമ്മൾ നേരെ മലേഷ്യയിലേക്ക് പോവാണ്. ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഓൾറെഡി ബോർഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. എൻ്റെ ചെക്കിങ് ബാഗേജ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശ്രീലങ്കയിലേക്ക് ഇറങ്ങിയപ്പോൾ. അതെനിക്ക് മലേഷ്യയിൽ വെച്ചാണ് കിട്ടുക. ശ്രീലങ്കയോട് വിട പറഞ്ഞ് നമ്മൾ അടുത്ത രാജ്യത്തിലേക്ക് പോവാണ്. ഓരോരോ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, UL 314 കോലാലംപൂർ ഗേറ്റ് ഓപ്പൺ. ഇവിടെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ഷൂവും ബെൽറ്റും എല്ലാം ഊരി സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ കഴിഞ്ഞു. ശ്രീലങ്കൻ എയർപോർട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഫുൾ പാക്ക്ഡ് എയർപോർട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര കണക്റ്റഡ് ഫ്ലൈറ്റ്സ് ഏറ്റവും കൂടുതൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. തലയെണ്ണം കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ എയർ ഇന്ത്യ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പോകുന്നത് ശ്രീലങ്ക എയർവേസ് ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശ്രീലങ്ക വിട്ടു, നേരെ തെറിക്കാണ് നമ്മുടെ മലേഷ്യക്ക്. ഫ്ലൈറ്റിലേക്ക് കയറാണ്. എക്സൈറ്റഡ് ആണ്, വേറൊരു രാജ്യം കാണാൻ വേണ്ടി. ഈ ഫ്ലൈറ്റ് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇത് വലിയൊരു ഫ്ലൈറ്റ് ആണ് കേട്ടോ. യുവമാരൊക്കെ ഇന്നലെ പരിചയപ്പെട്ട പിള്ളേരെല്ലാരും, ആ പിള്ളേർ ഇന്നലെയും ശ്രീലങ്കയിലുണ്ടായിരുന്നു. നമ്മുടെ പില്ലോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ TVയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചാർജിങ് സ്പോട്ട് ഒക്കെയാണ്. ഞാൻ ഇവിടെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് മലയാളം സംസാരിച്ചപ്പോൾ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആള് സോളോ യാത്രക്കാരനാട്ടോ. അതാണ് ഏറ്റവും വലിയത്. എൻ്റെ പേര് അബ്ദുൽ അസീസ്. എൻ്റെ സീറ്റ് ഇവിടെയായിരുന്നു. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരാളിരുന്നു. ആളുടെ സീറ്റ് അദ്ദേഹത്തിൻ്റെ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ, ഈ സീറ്റിൻ്റെ ഉടമസ്ഥൻ വന്നപ്പോൾ ആൾ അങ്ങോട്ട് പോയി. അപ്പോൾ ആളുടെ അടുത്ത് വെച്ച് ഞാൻ ഇപ്പുറത്തിരുന്നോട്ടെ ചോദിച്ചാൽ ആളിരുന്നോളം പറഞ്ഞു. ഒരു കുഴപ്പമില്ല. വിൻഡോ സീറ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ ഫ്ലൈറ്റ് പുറപ്പെട്ടുകൊണ്ടിരിക്കേണ്ട. ഇപ്പോൾ കുറച്ച് നിമിഷത്തിനകം ശ്രീലങ്കയിൽ നിന്ന് പൊങ്ങും മലേഷ്യയിലേക്ക്. ഫുഡും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ നല്ല ഉറക്കമാണ്. എന്നൊക്കെ നോക്കിയിരിക്കുന്നുണ്ടോ? അങ്ങനെ ഫ്ലൈറ്റ് മൊത്തം കാലി. ഞാൻ സത്യം പറയും, എൻ്റെ ലൈഫിൽ ഇത്രയും അടിപൊളി ഒരു ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ആണ്. എന്ത് കംഫർട്ടാണെന്നറിയും, കിട്ടിയില്ല, ഒന്നും പറയല്ല. നല്ല ഫുഡ്, നല്ല സ്റ്റാഫ്, എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ഉറക്കം കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ കാല് കുത്തിയേക്കാണ്. നമ്മുടെ അടുത്ത രാജ്യം മലേഷ്യയിൽ നമ്മളിവിടെ എത്തിപ്പെട്ടേക്കാണ്. ആപ്കാ നാം പോൽ? ഫ്രം പാകിസ്ഥാൻ. ആള് പാകിസ്ഥാനിയാണ്. ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇന്ത്യ പാകിസ്ഥാൻ. ഞാൻ പറയല്ലേ, പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അവിടെയും നല്ല ആൾക്കാരുണ്ട് നമ്മുടെ പോലത്തെ തന്നെ. അത് തന്നെ. അപ്പൊ ആ ഒരു വിഷയമില്ല. ഇപ്പൊ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. എന്നാലും കണ്ടോ, ഔട്ട് സൈഡ് അങ്ങനെ ഒന്നുമില്ല. ഔട്ട് സൈഡ് എല്ലാവരും സെയിം തന്നെയാണ്. മലേഷ്യയുടെ ട്രഡീഷണൽ ആർട്ട് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ചെണ്ട പോലത്തെ ഒരു സാധനം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. അതാണ് ഈ എയർപോർട്ടിന്റെ പ്രത്യേകത. എന്ത് വലിയ എയർപോർട്ടാണെന്നറിയാമോ, എന്ത് വലുതാ. നമ്മുടെ അടുത്ത് വണ്ടിയിൽ കയറാനുള്ള പരിപാടിയാണ്. ചെക്കിംഗ് ബാഗേജ് ഇവിടെ നിന്നെല്ലാം കിട്ടാൻ പോകുന്നു. അടുത്ത സെറ്റ് വണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് കയറാം. ഡ്രൈവർ ചേട്ടൻ ആള് തമിഴ് പാട്ടൊക്കെയും കേട്ടിട്ടാണ് ഇരിക്കണേ. ആള് മലേഷ്യനാണ്. ആളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ അറിയായിരുന്ന വിശേഷങ്ങള് കണ്ട. കീഴില് ഒന്നും പറയല. എന്ത് രസ മലേഷ്യ എയർപോർട്ട് മൊത്തത്തിൽ കാണാൻ പറ്റും. ഇതാണ് ഫ്രണ്ടിലിരുന്ന ഭാരം. ടെർമിനൽ 1 വന്ന് നിർത്തും. ടെർമിനൽ 2 നമ്മുടെ ബാഗേജും കാര്യങ്ങളെല്ലാം വരാം. ആ ടെർമിനൽ 2 വന്നത് വണ്ടിയിലാട്ടോ. അതാണ് ഏറ്റവും രസം.
ശിവ താങ്ക് യു. അങ്ങനെ നമ്മൾ എത്തിയിട്ടോ. മലേഷ്യയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബോംബലിക്കമ്മിങ് ആയിരുന്നു കേട്ടോ. എമിഗ്രേഷൻ്റെ അടുത്തുള്ള തിരക്ക് നോക്കി, എന്ത് തിരക്കാ നോക്കി. മലേഷ്യൻ എമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്തെളുപ്പായതെന്ന് പറയാം. എൻ്റെ അടുത്ത് ഹോട്ടൽ ബുക്കിംഗ് ചോദിച്ചു, കാര്യം കൊടുത്തു, എങ്ങനെ പോകണമെന്ന് ചോദിച്ചു. റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു റിട്ടേൺ അങ്ങനെയല്ല, ഞാൻ തായ്ലൻഡ് വഴിയാണ് പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അടിപൊളി, ഭയങ്കര ഫ്രണ്ട്ലി. നമ്മൾ ജെനുവിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും ബ്ലോക്ക് ചെയ്യില്ല. കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെ നിന്നും കടത്തി വിടാനുള്ള അവിടെ ഭയങ്കര പ്രശ്നമാണ് ഇതാണെന്ന്. നമ്മൾ ജെനുവിനാണെന്ന് തോന്നണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് കുറേ പേര് ഇവിടെ സ്കാം നടത്തിയിട്ടാണ് നമുക്ക് ഇവിടെ പണി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ബാഗേജ് എവിടെയാണ്. എൻ്റെ എഫിലാണ്, എഫ് ഇവിടെയാണ് കേട്ടോ. ഇവിടെ കുറേ ബാഗേജസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. അതെ, എൻ്റെ ബാഗേജ് ഇവിടെ കിടക്കുന്നുണ്ട്. സാധനം കിട്ടി, അടിപൊളി. ബാഗേജ് എടുത്തു, നേരെ ടോയ്ലറ്റ്. ഈ ബാഗിൽ നമ്മുടെ ലാപ്ടോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം എൻ്റെ ഈ മെയിൻ ബാഗിലേക്ക് ആക്കണം. എന്നിട്ട് ബാഗ് ഒന്ന് കുറയ്ക്കണം. ബാക്ക് പാക്കിന് എപ്പോഴും ഉപകാരപ്പെടുന്ന സാധനമാണ് ഈ സാധനം, മൗത്ത് വാഷ്. എല്ലാം പരിപാടി കഴിഞ്ഞ് ഞാൻ ഫ്രഷൊക്കെ ആയി. ഇനി ഞാൻ കഥകൾ പറഞ്ഞുതരാം. മലേഷ്യയിൽ വരുന്നതിന് 3 ദിവസം മുമ്പ് MDAC എന്ന് പറഞ്ഞിട്ടുണ്ട്, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് അക്നോളജ്മെൻറ്റ് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ ഹോട്ടൽ ബുക്കിംഗ്, പിന്നെ നിങ്ങളുടെ റിട്ടേൺ ഫ്ലൈറ്റ് ആണെങ്കിൽ റിട്ടേൺ ഫ്ലൈറ്റ് കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തായ്ലൻഡിലേക്ക് പോകണമെങ്കിൽ തായ്ലൻഡിലെ ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്താൽ മതി. അവരോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഇത്രയുള്ളൂ മലേഷ്യക്ക് വരാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസയ്ക്ക് പൈസയും കൊടുക്കേണ്ട, ഒന്നും കൊടുക്കേണ്ട, അഫോർഡബിൾ റേറ്റിൽ പെട്ടയ്ക്കാം. അതാണ് അടിപൊളി. നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ സ്ഥലത്ത്, അതായത് കോലാലംപൂർ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ബുക്കിംഗ് പിങ്ടാങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ താമസിക്കുന്നതാണ് ഏറ്റവും അഫോർഡബിൾ, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 രീതിയിൽ നമുക്ക് കോലാലംപൂർ മെയിൻ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ബസ്, അല്ലെങ്കിൽ മെട്രോ. ബസ് പോകുന്നതായിരിക്കും ഏറ്റവും അഫോർഡബിൾ. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ബസ് സ്റ്റേഷൻ ടെർമിനൽ 2. ഇതിൻ്റെ അടിയിൽ പോവുക, ബസ് എടുക്കുക. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു പോവാം. ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ. അതിൻ്റെ ബോർഡ് നോക്കി പോയാൽ മതി, ഒരു പ്രശ്നമില്ല. ഭയങ്കര ഈസി ആക്സസബിൾ ആണ് കോലാലംപൂർ എയർപോർട്ട്. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. ബസ് സ്റ്റേഷൻ ഈ വഴി നടന്നു പോവാ. ഒരു സംഭവം ഉണ്ടായി, ബാത്റൂമിൽ പോയിട്ടാ. ബാത്റൂമിൽ പോയപ്പോൾ കാര്യം രണ്ടൊക്കെ സാധിച്ചു. അപ്പോൾ സംഭവം അവിടെ വെള്ളം കാണില്ല, മറ്റേ ഹെൽത്ത് സോക്കറ്റ് ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് ഇട്ട് നോക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു സാധനം തിരിക്കാണ്ടായത്. അത് തിരിച്ചപ്പം മനസ്സിലായതാണ് ടെക്നോളജിയാ. ഇതാണ് ടെക്നോളജിയാ. വെള്ളത്തിൽ ചുർന്ന് തെറിയാ, നമുക്കൊന്നും ഉപയോഗിക്കണ്ട, അത് തന്നെ ക്ലീൻ ചെയ്ത് പൊക്കോളും. എന്തടിപൊളിയാ. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. ഞാൻ നാട്ടിൽ നിന്ന് റിങ്കറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് പൈസ, അതുകൊണ്ടാറുകൊണ്ട് അത് കൊടുത്ത് പോവാം. ഇവിടെ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഒരു ബസ്സിനാണ് പോകണം. എല്ലാവരും മെട്രോ കയറി പോകുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അടിപൊളി ബസ്സുകളാണ് അവിടെ കിടക്കണേ. ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. 4ാമത്തെ ഗേറ്റ് നമ്പർ 4ൻ്റെ അവിടേക്ക് പോവുക. അവിടെ നിന്നാൽ മതി. ഇത് 15 റിങ്കറ്റാണ്. 15 റിങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 290 രൂപയുടെ അടുത്ത് വരും. ഗേറ്റ് നമ്പർ 4ൻ്റെ അവിടെ ഇവിടെ കൊടുക്കുക. നേരെ ഈ ബസ്സിൻ്റെ ഉള്ളിൽ കയറാം. അടിപൊളി ബസ്സാണല്ലോ KL സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ബാഗ് കാര്യങ്ങളെല്ലാം ഇവിടെ വയ്ക്കാം. നല്ല ക്ലീനാണ് കേട്ടോ. ബാഗ് വെക്കുന്ന സ്ഥലം നോക്കി, എന്ത് ക്ലീനാന്ന് നോക്കി. ആ ടിക്കറ്റിൽ സീറ്റ് നമ്പർ എഴുതിയിട്ടുണ്ടാവും. ബസ്സിൽ സീറ്റ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇഷ്ടമുള്ളവർക്ക് കയറിയിരിക്കുക, നേരെ പോവാം, അത്രേ ഉള്ളൂ. നമുക്കിവിടെ 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഹുസൈൻ പൂനെന്നാണ്, രാധിക ഹൈദരാബാദിൽ നിന്നാണ്. ഇതാണ് യാത്രയുടെ പ്രത്യേകത. കുറെ പേര് മലേഷ്യൻ റോഡുകൾ എന്ത് അടിപൊളിയാ, എന്ത് രസാ നോക്കിയേ. കിട്ടിയില്ലേന്. നമ്മുടെ നാട്ടിലെ പോലെ കാടും പടലുകളൊക്കെ ഉണ്ടെങ്കിലും ആ കാടും പടലുകൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഫെൻസൊക്കെ ചെയ്ത് കൃത്യം റോഡിനുള്ള പാത്തൊക്കെ ഉണ്ടാക്കി. കിട്ടിയില്ലോ, എത്രയും പ്രതീക്ഷിച്ചില്ല. കോലാലംപൂർ പോണ വഴി ഇതുപോലെ ഇരിക്കുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്. വണ്ടി ഒരു പെട്രോൾ പമ്പിൽ കയറ്റി. ഇവിടെ പെട്രോൾ ആണ് എഴുതിയേക്കുന്നത്, പെട്രോൾ എന്നല്ല. ഫൈനലി നമ്മൾ കോലാലംപൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. 2 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. വരുന്ന വഴി എന്ത് അടിപൊളിയെന്നാണെന്നറിയോ. ഫുൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റോഡുകളും എന്ത് രസ സിഗ്നൽ സിസ്റ്റവും എല്ലാം അടിപൊളിയാണ്. കോലാലംപൂർ സെൻട്രലിലാണ് നമ്മുടെ മെട്രോയും വരുന്നത്, ബസ് സ്റ്റേഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. താഴത്താണ് നമ്മുടെ ബസ് സ്റ്റേഷൻ, മുകളിലാണ് മെട്രോ വരുന്നത്. അപ്പോൾ ഓക്കെ, വി ക്യാൻ മീറ്റ് എനിവർ. ഓക്കെ. Your name? Mudal. Hello, hi.
ബൈ സീസൺ. അവരുടെ അടുത്ത് യാത്ര പറഞ്ഞു നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. ഇതിന്റെ മുകളിലാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത്. മോണോ റെയിലിലേക്ക് കയറാണ്. എന്ത് രസാന്നറിയോ, വെൽ ഓർഗനൈസ്ഡ്, വെൽ വൃത്തി. എന്ത് രസാ ഇത് കാണാൻ. മലേഷ്യയുടെ KL സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നല്ല സ്മെല്ല്, ഫുഡിന്റെയും ചോക്ലേറ്റ്സിന്റെയും ഒരു മാള് പോലെയാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. കോലാലംപൂർ സെൻട്രൽ മോണോ റെയിലും ബസ് സ്റ്റേഷനും ട്രെയിനും എല്ലാം കണക്ട് ചെയ്യുന്ന സ്ഥലം ഇതുപോലെ ആയിരിക്കണം. ഇതൊരു മാള് പോലെയാണല്ലോ കിടക്കണേ. ഇവിടെ മൊത്തം എഴുതിയിട്ടുണ്ട് മോണോ റെയിൽ. സ്പെല്ലിംഗ് ഒക്കെ വേറെ രീതിയിലാണ് എഴുതുക. പെട്രോളിന് പെട്രോൺ, മോണോ റെയിൽ മോണോ MONOREL എന്നാണ്, RAIL എന്നല്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. ഒരു മോണോ റെയിൽ പണിത് വെച്ചേക്കെന്താ അടിപൊളിയില്ലേ. സമയം 6:30 ആയിട്ടോ. നാട്ടിലെ സമയം 3:30 ആയിട്ടുള്ളൂ. എൻ്റെ നെറ്റും പോലില്ല, ഞാൻ സിമ്മും പോലും എടുക്കാതെയാണ് ഞാൻ എൻ്റെ സ്ഥലം കണ്ടെത്താൻ പോണേ. ഇവിടെ നമ്മൾ മോണോ റെയിൽ എടുക്കണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മോണോ റെയിൽ KL എന്ന് പറഞ്ഞിട്ട് ബുക്കിംഗ് ബിങ്താങ് എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെട്ടു. ഇദ്ദേഹം ബംഗ്ലാദേശുകാരനാണ്. ഞങ്ങൾ സെയിം ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആള് സെയിം ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തേക്കണേ. അടിപൊളി. അവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് കാർഡ് വഴി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ മെഷീനിൽ വന്നിട്ട് മെഷീനിൽ പൈസ ഇട്ട് എടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കാം, മോണോ റെയിൽ നിൽക്കാം. നമ്മൾ എവിടേക്ക് പോകണമെന്ന് നിൽക്കാം, ബുക്കിംഗ് ബിങ്താങ്. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 2.5 ഇതുള്ളൂ. അപ്പോൾ 2 പേര് നിൽക്കുക, ഒരാൾ നിൽക്കുക, സാധനം സെറ്റ് ചെയ്തോളൂ. മനസ്സിലായില്ലേ? ഇവിടെ പൈസ വയ്ക്കുക, അത് നെക്കി കഴിഞ്ഞിട്ട് ഇവിടെ പൈസ വയ്ക്കുക, ഇവിടെ ടോക്കൺ വന്നത്. അത്രയുള്ള പരിപാടി. മോണോ റെയിലിൽ പോവാണ് നമ്മൾ. ഇത് ഇവിടെ വയ്ക്കാം, ടോക്കൺ ഇവിടെ വയ്ക്കുക. നമ്മുടെ മെട്രോ അതേ സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ബുക്കിംഗ് ബിങ്താനിലേക്കുള്ള മോണോ റെയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ കയറിയാൽ മതി. മോണോ റെയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ KL എഴുതിയിട്ടുണ്ട്. ഇവിടെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ. വെൽ ഓർഗനൈസ്ഡ് ആണ് ഈ മലേഷ്യ. അങ്ങനെ നമ്മൾ ബുക്കിംഗ് ബിങ്താങ്ങിലേക്ക് എത്തിയേക്കാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കാണോ ഹോസ്റ്റലിലേക്ക് പോകണം. സെയിം നമ്മുടെ മെട്രോയുടെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാ. നിങ്ങളൊന്ന് നോക്കിയേ, എന്ത് രസാ നോക്കിയേ. ഇവിടെ ഒരാള് പാട്ട് പാടണു. അടിപൊളിട്ടാ, കിട്ടില്ല. ഞാൻ വിചാരിച്ചില്ല. എല്ലാരും നടക്കണ്ട. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സ്ഥലം. നമ്മുടെ സ്ഥലം എത്തിയിട്ടോ, തൊട്ടടുത്തായിരുന്നു. അത് മെട്രോ സ്റ്റേഷൻ. ഇവിടുത്തെ ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം. നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. കിട്ടിയില്ലൻ സ്റ്റേ ആണ് കേട്ടോ. ഞാൻ റൂമിലൊന്നും കയറിയിട്ടില്ല, ഹോസ്റ്റലിൽ കിട്ടിയില്ല. കയറിയപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ് 100-ൽ 200 ആണ് കേട്ടോ. നമ്മൾ ഹോസ്റ്റലിൽ എത്തിയേക്കാം കേട്ടോ. ഇതാണ് ഹോസ്റ്റല്. ഓക്കെ, ഇതാണ് ഹോസ്റ്റല്. ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു, ഫ്രം ക്യൂബ. നെയിം കാർലോസ് മാനുവൽ. ഇതുപോലത്തെ യാത്രകളിൽ കുറെ രാജ്യത്തെ ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റും, അവരെ കൾച്ചർ അറിയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ സന്തോഷം.